ഇറങ്ങ് ജോമോളെ, ഇറങ്ങ്. മതി, നിർത്തിട്ട് ഇറങ്ങ്. എടി ഇറങ്ങ, വിട്. എടി ഫോൺ അവരെടുക്കാൻ എടുക്കട്ടെ ജോമോളെ, വിട്. നീ വിളിക്കണേതിനാ? ഇറങ്ങ്, ബാ, ഇറങ്ങ് വിളിക്കണേതിനാ? നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് യുവതിയെ സഹോദരൻ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ചാണ് എറണാകുളം ആലങ്ങാട് സ്വദേശി ജോമോൾക്ക് മർദ്ദനമേറ്റത്. സഹോദരൻ ജോയ്സണും ഭാര്യയും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. സ്വർണം മോഷ്ടിച്ചെന്നത് വ്യാജ ആരോപണമെന്ന് എഫ്ഐആറിൽ പറയുന്നു. ഏറെ നാളായി നിലനിന്നിരുന്ന കുടുംബ തർക്കമാണ് ക്രൂരമർദ്ദനത്തിൽ കലാശിച്ചത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആലുവ വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എടി ഫോൺ അവരെടുക്കാൻ എടുക്കട്ടെ ജോമോളെ, വിട്. നീ വിളിക്കണേതിനാ? ഇറങ്ങ്, ബാ, ഇറങ്ങ് വിളിക്കണേതിനാ? ജോമോളെ, ഇറങ്ങ് ജോമോളെ, ഇറങ്ങ്. മതി, നിർത്തിട്ട് ഇറങ്ങ്. എടി ഇറങ്ങ, വിട്. എടി ഫോൺ അവരെടുക്കാൻ എടുക്കട്ടെ ജോമോളെ, വിട്. നീ വിളിക്കണേതിനാ? ഇറങ്ങ്, ബാ, ഇറങ്ങ് വിളിക്കണേതിനാ? വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, അത് സ്വന്തം കൂടപ്പിറപ്പാണ് സഹോദരിയോട് ഈ രീതിയിൽ ക്രൂരത കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്? ആരാണ് ഈ ദൃശ്യം പകർത്തിയത്? സംഭവത്തിൽ പോലീസിന്റെ നടപടി എങ്ങനെയാണ്? നീ വിളിക്കണേതിനാ? ഇറങ്ങ്, ബാ, ഇറങ്ങ് വിളിക്കണേതിനാ? എറണാകുളം ആലങ്ങാട് സ്വദേശിനി ജോമോളെയാണ് സഹോദരൻ ജോയ്സണും ഭാര്യയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയായിരുന്നു. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആലുവ വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ മർദ്ദനത്തിന്റെ കാരണം സ്വർണ്ണമാല ഈ സഹോദരി മോഷ്ടിച്ചു എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. എന്നാൽ ഇതൊരു വ്യാജ ആരോപണമാണ്. അനാവശ്യമായിട്ടാണ്, യാതൊരു പ്രകോപനവുമില്ലാതെ ഇങ്ങനൊരു വ്യാജ ആരോപണത്തിൻ്റെ പേരിൽ സഹോദരൻ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. അത് എഫ്ഐആറിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സഹോദരനും ഭാര്യയും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, ഇത് എന്നായിരുന്നു സംഭവം? പോലീസിൻ്റെ നടപടി എങ്ങനെയാണ്? ടോം, സ്വർണ്ണമാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് ഈ സഹോദരനും ഭാര്യയും കൂടി ജോമോൾ, അത് ആലങ്ങാട് സ്വദേശി ജോമോൾ കാണാൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള വലിയ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അങ്ങനെ ആരോപിച്ചിട്ടാണ് ഈ ജോമോളെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സഹോദരനും അതുപോലെ ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ്. അതുമാത്രമല്ല, ആലുവ വെസ്റ്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസെടുത്തിട്ടുള്ളത്. സ്വർണ്ണമാല മോഷ്ടിച്ചു എന്ന് പറയുന്നത് വെറും വ്യാജ ആരോപണം മാത്രമാണ്. അതായത് സഹോദരിയെ നിരന്തരം മർദ്ദിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏറെ നാളായിട്ട് കുടുംബ വഴക്കുമായി ബന്ധപ്പെടുന്ന ക്രൂരമർദ്ദനമാണ് അരങ്ങേറിയത്. അതിന്റെ ഭാഗമായിട്ടുള്ള ആരോപണം മാത്രമാണ്. അതായത് ഈ സ്ത്രീയെ, ഈ ജോമോളെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതുമായി ഇത്തരം മർദ്ദനമുറ നിരന്തരം ഈ സഹോദരന്റെയും ഭാര്യയുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മർദ്ദനമാണ്. അങ്ങനെ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടായൊരു മർദ്ദനമാണ് അത്. ഇത്തരത്തിൽ ഇവര് ജോമോള് സ്വർണ്ണമാല മോഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും സ്വർണ്ണമാല മോഷ്ടിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവർ നൽകിയിരിക്കുന്ന കേസ്. അങ്ങനെയാണ്. പക്ഷെ അത് വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് ആലുവ വെസ്റ്റ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും സഹോദരനും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. സഹോദരൻ ജോയ്സൺ, ഭാര്യ എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഈ
ജോമോളെ ഇങ്ങനെ നിരന്തരം തല്ലുന്നത്, അതായത് കുടുംബ വഴക്കിനെ തുടർന്ന് ജോമോളെ ഇങ്ങനെ നിരന്തരം തല്ലുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ് ഈ ജോയ്സൺ എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിലൊരു പരാതിയും പോലീസിന്, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായത് അങ്ങനെയാണ്. എന്തായാലും ഇത് നിരന്തരം തുടർന്നു വരുന്ന ഒരു കുടുംബ വഴക്കാണ്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ മാല മോഷ്ടിച്ചു എന്നാരോപിച്ച് സഹോദരിയെ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് കേട്ടോ. യെസ്, ഇങ്ങനെ പോലീസ് പറയുന്നത് വീട്ടിലിങ്ങനെ സ്ഥിരം പ്രശ്നങ്ങളുണ്ട് എന്നാണല്ലോ. അതായത് കുടുംബ പ്രശ്നമാണ് ഈ ആക്രമണത്തിന് കാരണമെന്ന്. എന്താണ് ഈ സ്വത്ത് സംബന്ധിച്ച തർക്കമായിരുന്നോ? ഈ സഹോദരി വിവാഹിതയാണോ, അതോ ഇങ്ങനെ സ്ഥിരമായി അവരിങ്ങനെ ഈ സഹോദരനും ഭാര്യയും ചേർന്ന് മർദ്ദിക്കാറുണ്ടായിരുന്നോ? തന്നെയാണ്, അതായത് കുടുംബത്തിൽ തന്നെയാണ് സഹോദരനും ഈ ജോമോളും സഹോദരനും ഭാര്യയും താമസിച്ചു വന്നിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് നിരന്തരം, അതായത് ഭാര്യയും ജോമോളും തമ്മിലുള്ള പ്രശ്നമാണ് ഇത്തരത്തിൽ രൂക്ഷമായ കുടുംബ പ്രശ്നങ്ങളിലേക്ക് മാറുന്നത്. അത് ജോമോൾ വിവാഹിതയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല, അതോ സെപ്പറേറ്റഡ് ആയി നിൽക്കുക. എന്തായാലും ജോമോൾ താമസിക്കുന്നത് അവരുടെ കുടുംബത്തെ ഇവരോടൊപ്പം തന്നെയാണ്. അതേ തുടർന്നാണ് അതിലുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് പിന്നീട് വലിയ വഴക്കുകളായി. അത് രണ്ടുപേരും ചേർന്ന് നിരന്തരം ഈ സ്ത്രീയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ്, അത്തരം സർക്കംസ്റ്റൻസിലേക്ക് കൂടിയാണ് എത്തിയിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ വസ്തുതർക്കമാണോ, അതല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ളതാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും വ്യക്തമാകേണ്ടതില്ല. ആലുവ വെസ്റ്റ് പോലീസാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ പോലീസ് ഈ വിഷയം, അതായത് ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ വെച്ചിട്ട് പോലീസ് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഗാർഹിക പീഡനം വ്യാപകമായി ഇവർ നിരന്തരം ചെയ്തു വരുന്ന കാര്യം കൂടിയാണ് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ, അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ജോമോളെ ഈ ജോയ്സന്റെ ഭാര്യ ആദ്യ ഘട്ടത്തിൽ തല്ലുന്നു, പിന്നീട് ജോയ്സൺ തല്ലുന്നു. അത് വലിയ വഴക്കായി മാറുന്നു. നിരന്തരം കുടുംബത്തിൽ പ്രശ്നമാണ് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും ഇതിനു മുൻപ് ഇങ്ങനെ പരാതി ഈ ജോമോളുടെ ഭാഗത്തുനിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ, അതോ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണോ ഈ വീട്ടിലെ കലഹത്തെക്കുറിച്ച്, ഈ ജോമോൾ നേരിട്ടിരുന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്? ആജ്ഞ, ടോം, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയത്. അതേസമയം ഈ സ്വർണ്ണമാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജ പരാതി കൂടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് വ്യാജ പരാതിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണമാല മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ജോമോളെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നതിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ജോയ്സന്റെ പരാതി. പക്ഷേ അങ്ങനെ അല്ല എന്ന് പറയുന്നതും, അതായത് ഈ ഒരു പരാതി ഉന്നയിച്ചപ്പോൾ സ്വർണ്ണമാല മോഷ്ടിച്ചതുമായി ആരോപിച്ചാണ് ഇത്തരത്തിൽ വലിയ പ്രശ്നമായത് എന്നുള്ള ജോയ്സിന്റെ വിശദീകരണം അങ്ങനെ അല്ല എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പോലീസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. എന്തായാലും ഈ കുടുംബത്തിൽ നിരന്തരം ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, തല്ലുണ്ടാകുന്നു. അത് ഈ സ്ത്രീയെ, അതായത് ജോമോളെ നിരന്തരം ഈ ജോയ്സണും ഭാര്യയും കൂടി നിരന്തരം അവരെ തല്ലിച്ചതയ്ക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള ഇൻഫർമേഷനാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സ്വന്തം സഹോദരിയെ, കൂടപ്പിറപ്പാണ് ഈ രീതിയിൽ തല്ലിച്ചതയ്ക്കുന്നത്. സ്വർണ്ണമാല മോഷ്ടിച്ചെന്ന് ആരോപിച്ചാണ്. അതൊരു വ്യാജ ആരോപണമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുടുംബ പ്രശ്നമാണ് ഈ സംഭവത്തിന് പിന്നിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.